നമസ്കാരം. ഷീബ ടീച്ചറിന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്കിന്ന് +2 ബാച്ചിന്റെ മലയാള പാഠപുസ്തകത്തിന്റെ റിവിഷനിലേക്ക് കടക്കാം. നമ്മൾ ആദ്യത്തെ 2 യൂണിറ്റ് ഒരു ക്വിക്ക് റിവിഷൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ എല്ലാ യൂണിറ്റിലെയും വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് പരീക്ഷ ബേസ് ചെയ്തിട്ടുള്ള ഒരു റിവിഷനാണ്. 3ാമത്തെ യൂണിറ്റിലേക്കാണ് നമ്മൾ ഇന്ന് കിടക്കുന്നത്. ദർപ്പണം എന്ന യൂണിറ്റിലേക്ക് കിടക്കാം. ഇതിനകത്ത് വരുന്നത്, ഈ ഒരു 3ാമത്തെ യൂണിറ്റിൽ വരുന്നത് കുഞ്ചൻ നമ്പ്യാരുടെ ശീലാവതി ചരിതത്തിലെ കൊള്ളിവാക്കല്ലാതൊന്നും എന്നൊരു ഭാഗം, ഗ്രേസിയുടെ ഗൗളി ജന്മം എന്ന കഥ, ചെറിയാൻ കെ ചെറിയാന്റെ തേങ്ങ എന്ന കവിത, SK പൊറ്റക്കാട്ടിന്റെ ബദരിയും പരിസരങ്ങളും, MP വീരേന്ദ്രകുമാറിന്റെ യമനോത്രിയുടെ ഊഷ്മളതയിൽ എന്നീ രചനകളാണ് ഈ യൂണിറ്റിനകത്ത് വരുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു ഇൻട്രഡക്ഷൻ ഭാഗം ഒന്ന് നോക്കാം. മോഷണം എന്നൊരു കവിത, അയ്യപ്പ പണിക്കരുടെ കവിതയാണ് ഇതിനകത്ത് ഒരു ഇൻട്രഡക്ഷനായിട്ട് നൽകിയിരിക്കുന്നത്. വെറുമൊരു മോഷ്ടാവായ തന്നെ കള്ളനെന്ന് വിളിച്ചു എന്നുള്ളതാണല്ലോ ആരോപണം. അപ്പോൾ അത് മോഷ്ടിച്ചാൽ, നല്ലത് വല്ലതും മോഷ്ടിച്ചാൽ അവനെ നിങ്ങൾ ഉടനെ കള്ളനാക്കും എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു നയം. അല്ലെങ്കിൽ സമൂഹത്തിന്റെ പ്രശ്നങ്ങളാണ് കവി ഇതിലൂടെ ആവിഷ്കരിക്കുന്നത്. അതിൽ ചിരിക്ക് പിന്നിൽ ചിന്തയുണ്ട്. കാരണം മോഷണം പലരുടെയും വിശപ്പടക്കാനായിരുന്നു, എന്നാൽ പോലും അവൻ കള്ളനായി മാറുകയാണ്. അപ്പൊ സമൂഹത്തിന്റെ മാറ്റം എവിടെയൊക്കെയാണ് വരേണ്ടത്, ആ തലങ്ങളാണ് അദ്ദേഹം അതിനകത്ത് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പൊ തന്നേക്കാൾ വലിയ കള്ളന്മാരുള്ള ഈ സമൂഹത്തിൽ വെറും ഒരു മോഷ്ടാവായ തന്നെ കള്ളനാക്കി ചിത്രീകരിക്കുന്നതിലുള്ള വൈഷമ്യമാണ് ഇവിടെ കവി തന്റെ കവിതയിലൂടെ ആവിഷ്കരിക്കുന്നത്. അപ്പൊ ചെറിയൊരു തുകയോ അല്ലെങ്കിൽ ചെറിയൊരു കോഴിയോ ഒക്കെയാണ് താൻ മോഷ്ടിക്കുന്നത്, ഒരു പശുവിനെ മോഷ്ടിക്കുന്നു. പക്ഷേ വലിയ വലിയ കള്ളങ്ങളൊക്കെ ചെയ്യുന്നവർ, കോടികൾ കട്ടുമുടിക്കുന്നവർ ഇപ്പോഴും സമൂഹത്തിൽ സമർത്ഥരായി നടക്കുന്നു. അപ്പൊ അതിന് എതിരെയുള്ള ഒരു സാമൂഹിക വിമർശനമായിട്ട് ഈ കവിതയെ നമുക്ക് എടുക്കാം. അപ്പൊ താൻ നടത്തിയ മോഷണങ്ങൾക്കെല്ലാം അതിനുള്ള മറുപടിയും അദ്ദേഹം പറയുന്നുണ്ട്. അതൊക്കെ വിശപ്പടക്കാനൊക്കെ ആയിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള മനുഷ്യരെ, അല്ലെങ്കിൽ നല്ലത് വല്ലതും ചെയ്യുന്നവരെയൊക്കെ നിങ്ങൾ ഇത്തിരി വല്ല മോഷ്ടിച്ചാലുടനെ കള്ളനാക്കി മാറ്റുന്നു. പക്ഷേ നമുക്കും അറിയാമല്ലോ, എത്രയോ കോടീശ്വരന്മാർ ബാങ്കുകളിൽ നിന്ന് കൂടുതൽ പണമൊക്കെ ലോൺ എടുത്തിട്ട് പോലും തിരിച്ചടയ്ക്കാതെ അവർ രാജ്യം വിട്ട് ജീവിക്കുന്നവരുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരെ നിങ്ങൾ കള്ളനൊന്നും വിളിക്കുന്നില്ലേ? അപ്പോൾ മാറ്റുക നിങ്ങൾ ഈ ചട്ടങ്ങളെ എന്നുള്ളത് ആശാന്റെ വരികളാണ്. അപ്പൊ ആ വരികളെയാണ് ഇവിടെ കവി ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ഈ സമൂഹത്തിൽ മാറേണ്ട ചില കാര്യങ്ങളുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് കവി ഇതിലൂടെ ചെയ്യുന്നത്. അപ്പൊ സമൂഹത്തിൽ മാറേണ്ട ചില കാര്യങ്ങളുണ്ടെന്ന് കവി ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നു. ഇനി തൊട്ടടുത്ത പാഠം കുഞ്ചൻ നമ്പ്യാരുടെ ശീലാവതി ചരിതം ഓട്ടംതുള്ളലിലെ ഒരു ഭാഗമാണ്, ചെറിയൊരു ഭാഗമാണ് നമ്മുടെ പാഠഭാഗം. കൊള്ളിവാക്കല്ലാതൊന്നും എന്നുള്ള പാഠമാണ് നമുക്കുള്ളത്. അപ്പൊ അത് വളരെ ലളിതമായ ഭാഷയിൽ ഫലിതം ചേർത്താണ് ഇത് പറഞ്ഞിരിക്കുന്നത്. കവിത ചാട്ടവാറാക്കിയ കവിയാണല്ലോ നമ്പ്യാർ. അപ്പൊ ഇത് 18ാം നൂറ്റാണ്ടിലാണ് നമ്പ്യാരുടെ ജീവിതകാലം. ഇവിടെ സ്ത്രീയുടെ സാമൂഹ്യമായ പ്രശ്നം ഇവിടെ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഭൃഗുവംശത്തിലെ സുതപസ് എന്ന മുനിക്ക് ജനിച്ച ഉഗ്രതപസ് എന്ന പുത്രൻ വിരൂപനാണ്, ക്ഷിപ്രകോപിയും ദുശീലനുമാണ്, ഭയങ്കര മോശപ്പെട്ട ശീലങ്ങളുണ്ട്. അപ്പൊ പതിവ്രതയായ ഭാര്യയാണ് അദ്ദേഹത്തിൻ്റെത്, പരിശുദ്ധയായ ഭാര്യ. അവൾ പറയുന്നതെല്ലാം ഭർത്താവ് പറയുന്നത് അനുസരിക്കും. അപ്പൊ ഭർത്താവിന് രോഗാവസ്ഥയിൽ എത്ര ശുശ്രൂഷിച്ചിട്ടും അയാളുടെ സ്വഭാവത്തിനൊന്നും മാറ്റം ഉണ്ടാകുന്നില്ല. ഭർത്താവിനെ കുറിച്ച് ശീലാവതി കുറച്ച് പരിഭവങ്ങൾ ഇവിടെ പറയുന്നു. അപ്പോൾ സ്ത്രീയുടെ സാമൂഹിക അവസ്ഥ അന്നത്തെ കാലത്ത് ചൂണ്ടിക്കാണിക്കാൻ ഈ കവിത ഉപകരിക്കുന്നുണ്ട്. കുറവല്ലാതെ നമുക്കൊരു വസ്തു പറവാനില്ല ഞാൻ ജനിച്ചേ പിന്നെ എനിക്ക് കുറ്റങ്ങൾ മാത്രമേ കേട്ട് മറ്റുള്ളവരിൽ നിന്ന് പരിചയമുള്ളൂ. പിന്നെ മറിമായങ്ങളും വിനയമില്ലായ്മയും കാണിക്കാൻ എനിക്ക് അറിയുകയുമില്ല. അപ്പൊ ഞാനിപ്പോൾ ചിന്തിക്കുന്നത് എന്താണ്, എൻ്റെ ജന്മനാലുള്ള പിറവിയിലുള്ള ദോഷം കൊണ്ടായിരിക്കും എനിക്കിതുപോലെയൊക്കെ സംഭവിക്കുന്നത് എന്ന് തനിയെ ആശ്വസിക്കുകയാണ് ഇതിലെ ശീലാവതി ചെയ്യുന്നത്. പറയുന്നുണ്ട്, എടുത്താൽ അതും കുറ്റം, എടുക്കാഞ്ഞാൽ അതും കുറ്റം, കൊടുത്താൽ അതും കുറ്റം, കൊടുക്കാഞ്ഞാൽ അതും കുറ്റം. അപ്പൊ ഇങ്ങനെ ഈ വരികളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അവിടെ ദ്വിതീയാക്ഷര പ്രാസവും അന്ത്യപ്രാസവും ദീക്ഷിച്ചിട്ടുണ്ട് ആ വരികളിൽ. അത് മാത്രമല്ല ഒരേ ശബ്ദഭംഗിയുള്ള പദങ്ങൾ ആവർത്തിച്ച് പറഞ്ഞിട്ടുമുണ്ട്. അപ്പൊ ഇല്ലങ്ങളിൽ നടന്ന് നെല്ലുമരിയൊക്കെ തെണ്ടി കൊണ്ടുവന്നാണ് ഈ ചോറും കറിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത്. എന്നിട്ട് പോലും ഒന്നിനും ഒരു രുചിയുമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. വരാവുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ, ശീലാവതിയുടെ അവൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുമായി താരതമ്യപ്പെടുത്തി സമകാലികമായ പ്രശ്നങ്ങൾ താരതമ്യപ്പെടുത്തുക എന്നുള്ളൊരു ചോദ്യം വരാം. പിന്നെ നമ്മൾ കണ്ണാടി കാൺമോളവും എന്നൊരു പാഠം നേരത്തെ പഠിച്ചു കഴിഞ്ഞു. അതുപോലെ അതിലെ ശകുന്തളയുടെ പരിഭവങ്ങൾ നമ്മൾ കണ്ടു. അപ്പൊ ഇവിടെ കൊള്ളിവാക്കല്ലാതൊന്നും എന്ന പാഠത്തിൽ ശീലാവതിയുടെ പരിഭവങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഈ രണ്ടും
തമ്മിൽ താരതമ്യപ്പെടുത്തിക്കൊണ്ടൊരു ഒരു ചോദ്യം നമുക്കിതിനകത്തുനിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ് ഈ ഒരു യൂണിറ്റിൽ നിന്ന്. അപ്പോൾ ഇവിടെ ഇടശ്ശേരിയുടെ വിവാഹ സമ്മാനം എന്ന കവിതയിലെ വരികൾ കൊടുത്തിട്ടുണ്ട്. സ്ത്രീയുടെ ജീവിതാവസ്ഥയ്ക്ക് ഇപ്പോൾ മാറ്റം വന്നിട്ടുണ്ടോ എന്ന് കാവ്യഭാഗങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു കുറിപ്പ് തയ്യാറാക്കുക. പിന്നെ കുറവല്ലാതെ നമുക്കൊരു വസ്തു പറവാനില്ലേ ജനിച്ചേ പിന്നെ. അതിനകത്ത് നിരാശയുണ്ട്, പ്രതിഷേധമുണ്ട്, കുടുംബാന്തരീക്ഷമുണ്ട്, ശാരീരിക പീഡനത്തെക്കാൾ ഭയങ്കരമാണ് മാനസിക പീഡനം എന്നുള്ള ഒരു അവസ്ഥയുണ്ട്. അപ്പൊ ഇത് സ്ത്രീ അനുഭവിക്കുന്ന ഈ കുത്തുവാക്ക് കേൾക്കലും കുറ്റം പറച്ചിലും ഇതൊക്കെ ഇപ്പോഴും തീർന്നിട്ടില്ല എന്നുള്ള ആ ഒരു സാമൂഹ്യാവസ്ഥ അതിനകത്ത് സൂചിപ്പിക്കപ്പെടുന്നു. അപ്പൊ കുള്ളിവാക്കല്ലാതെ ഒന്നും എനിക്ക് ജീവിതത്തിൽ കിട്ടുന്നില്ല, കുത്തുവാക്കല്ലാതെ ഒന്നും ഭർത്താവിന്റെ വായിന്ന് എന്നെ കുറിച്ച് പറയുന്നില്ല, അത് ഞാൻ ഇത്രയും നന്നായിട്ട് അയാളെ ശുശ്രൂഷിച്ചിട്ടും എന്ന് പരിഭവപ്പെടുന്ന സങ്കടപ്പെടുന്ന ശീലാവതിയാണ് നമ്മൾ ഇതിനകത്ത് കാണുന്നത്. അപ്പൊ പാഠഭാഗത്തിന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ അതിനോടൊപ്പം തന്നെ ടെക്സ്റ്റ് ബുക്ക് കൂടെ വയ്ക്കണം എന്ന് ഞാൻ പറയുന്നത്. ടെക്സ്റ്റ് ബുക്കിലെ വരികളിലെ ആശയങ്ങൾ കൃത്യമായി അതിനകത്ത് എഴുതി തന്നെ നിങ്ങൾ പോകാൻ ശ്രമിക്കുക. ഈ പാഠഭാഗം നന്നായിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നതാണ്. നമുക്ക് അടുത്ത പാഠത്തിലേക്ക് പോവാം. ഇത് അടുത്ത പാഠം ഗൗളിജന്മമാണ്. ഗ്രേസിയുടെ ചെറുകഥയാണ്. ഗ്രേസി എന്ന എഴുത്തുകാരി എപ്പോഴും സ്ത്രീ സാമൂഹ്യ അവസ്ഥയ്ക്ക് നേരെ പിടിച്ച കണ്ണാടിയാണ്. ദർപ്പണങ്ങളാണ് ഗ്രേസിയുടെ കഥകൾ എന്ന് പറയാം. ഇവിടെ സ്ത്രീ ജന്മത്തിന്റെ വിഹ്വലതകൾ, നിസ്സഹായ അവസ്ഥ ഇതൊക്കെയാണ് ഇവിടെ കഥാകാരി ചൂണ്ടിക്കാണിക്കുന്നത്. അത് പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട കഥയിൽ ഗൗളികളാണ് പ്രധാന കഥാപാത്രങ്ങൾ. അപ്പോൾ ഗൗളികളിലൂടെ മനുഷ്യരുടെ കഥ പറയുക എന്നുള്ളൊരു തന്ത്രമാണ് ഇതിനകത്ത് സ്വീകരിച്ചിരിക്കുന്നത്. സ്ത്രീ വിമോചന സ്വപ്നങ്ങൾ പങ്കുവച്ചിട്ടുള്ള ഒരു കഥയാണോ ഗൗളി ജന്മം എന്നൊരു ചോദ്യം എന്ന് പ്രതീക്ഷിക്കാം. അതുപോലെ ഹാസ്യം ഉൾച്ചേർത്ത കഥയാണ്. കാരണം പലയിടത്തും ഈ ഗൗളികൾ തമ്മിലുള്ള സംഭാഷണം, പെൺഗൗളിയും ആൺഗൗളിയും ഉണ്ട്, അവർ ഭാര്യ ഭർത്താക്കന്മാരാണ്, അവരുടെ സംഭാഷണമൊക്കെ ഹാസ്യം കലർന്നതാണ്. അതിലൂടെ സാമൂഹ്യ വിമർശനം നമുക്ക് ലഭ്യമാകുന്നുണ്ടോ എന്നൊരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. നീ ഇപ്പോൾ ചിലച്ചത് എന്തിന്? മനുഷ്യർ എത്ര പുരോഗമിച്ചാലും അവർക്ക് ഗൗളി ചിലയ്ക്കുന്നത് വലിയ വിശ്വാസമാണെന്ന് അറിയില്ലേ എന്നുള്ളിടത്ത് നമുക്കറിയില്ല. പല്ലി ചിലച്ചാൽ ഉടനെ നമ്മൾ പറയാം ഇപ്പൊ ആ കാര്യം നടക്കും എന്നുള്ളതാണ്. അപ്പൊ ഇയാൾ മരിക്കുമെന്ന് പറഞ്ഞപ്പോഴാണ് ഈ പെൺഗൗളി ചിലയ്ക്കുന്നത്. അപ്പൊ അതിനെതിരെ ആൺഗൗളിയുടെ പ്രതിഷേധമാണ് ഈ വാക്കുകൾ. അപ്പൊ ഇത് നമ്മുടെ സാമൂഹ്യാവസ്ഥയുമായിട്ട് ബന്ധപ്പെടുത്തിയ ഒരു ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. മനുഷ്യന്റെ ചില ജീവിത രീതികളിലെ ചില വ്യത്യസ്തതകളുണ്ട്. അതായത് കഷ്ടം തന്നെ, അതായത് ഒരു സത്യമാണെങ്കിലും നിർദ്ദയമായി പറയാമോ, ഒരു മയമൊക്കെ വേണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട് ആൺഗൗളി. അതായത് ഈ ആശുപത്രി കിടക്കുന്ന ചെറുപ്പക്കാരനെ കാണാൻ വരുന്ന ഒരു സന്ദർശക പറയുകയാണ്, നീ തളരരുത്, ഇവൻ ചിലപ്പോൾ മരിച്ചു പോവും, അപ്പോൾ നീ പ്രഗ്നന്റോ മറ്റോ ആണെങ്കിൽ അങ്ങ് അബോർട്ട് ചെയ്ത് വെക്കുക. അതായത് തന്തയില്ലാത്ത ഒരു കുഞ്ഞിനെ വളർത്തിയെടുക്കാൻ വലിയ മെനക്കേടാണ്. അയാൾ ജീവിച്ചിരിക്കുമ്പോൾ അയാളുടെ മുന്നിൽ വെച്ചാണ് സ്ത്രീ അത് പറയുന്നത്. ഇത് കേട്ടപ്പോഴാണ് ആൺഗൗളിക്ക് അമർഷം വരുന്നത്. അപ്പോൾ ആ ആശുപത്രിയിൽ വരുന്ന പെണ്ണിന്റെ അല്ലെങ്കിൽ സ്ത്രീയുടെ, അവളെ ഒരു വരുന്നതിന് വളരെ ആഡംബരത്തോടെ ഡ്രസ്സ് ചെയ്താണ് അവിടെ വരുന്നത്. അപ്പോൾ അവരുടെ ആ ഒരു മാനസികാവസ്ഥയൊക്കെ നമുക്ക് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ആൺഗൗളി പറയുന്നു, മനുഷ്യർ തലച്ചോറിനാണ് മുൻതൂക്കം നൽകുന്നത്, മനുഷ്യന് ഹൃദയത്തിനാണ് മുൻതൂക്കം കൊടുക്കുന്നതെങ്കിൽ ഹൃദയത്തിന്റെ അല്ലെങ്കിൽ ഹൃദയ സ്പർശിയായ കാര്യങ്ങളായിരിക്കും മനുഷ്യൻ സംസാരിക്കുക. അങ്ങനെയല്ല. അപ്പോൾ ആ കുഞ്ഞ്, നീ ഒന്ന് ആലോചിച്ച് നോക്ക്, ആ സ്ത്രീ പറഞ്ഞ ശരിയാണ്. അവര് തന്തയെ തീനി എന്നൊരു ബഹുമതിയോടെ ആ കുഞ്ഞ് ഈ ലോകത്തേക്ക് വന്നാൽ അത് സമൂഹത്തിന് അവന്റെ വളർച്ചയ്ക്ക് തന്നെ പ്രശ്നമാകും. അപ്പൊ സമൂഹത്തില് കേൾക്കേണ്ടി വരുന്ന ചില കാര്യങ്ങളാണ് ഇങ്ങനെയുള്ളത്. അതാണ് അവർ പറഞ്ഞത് എന്ന് ആൺഗോളി പറയും. ആ ചെറുപ്പക്കാരൻ ഭാര്യയോട് ചോദിക്കുന്നുണ്ട്, എൻ്റെ കുഞ്ഞിനെ നീ കൊന്നു കളയുമോ എന്നൊരു ചോദ്യം ചോദിക്കുന്നു. പിന്നെ അതിന് ശേഷം ആൺഗൗളി പെൺഗൗളിയോട് പറയുന്നത്, സത്യത്തിൽ ഈ ചെറുപ്പക്കാരനെ കൊലയ്ക്ക് കൊടുത്തത് ഭയങ്കരനാണ്. ആരാണ്? അപകടത്തിലേറ്റ പരിക്കുമൂലമല്ല ഇയാൾ മരിക്കാൻ തുടങ്ങുന്നത്. ജനറൽ ഫിസിഷ്യൻ ഇയാൾ റെഫർ ചെയ്തില്ലേ മനുഷ്യനെ, അയാൾക്ക് അപ്പോഴേ മഞ്ഞപ്പിത്തം ഉണ്ടായിരുന്നു. അപ്പോൾ ആ മൂപ്പരുടെ ഈഗോ അത് സമ്മതിച്ചില്ല. അപ്പോൾ ഇവിടെ ആരോഗ്യരംഗത്ത് ചില അഴിമതികളെ കുറിച്ചുള്ള ഒരു അഴിമതികളും മറ്റൊന്നും ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നുണ്ട്. ഇവിടെ പുരുഷന്റെ വിമർശനം, പുരുഷനെ കുറിച്ചുള്ള വിമർശനം വരുന്നുണ്ട്. പുരുഷന് അഹന്തയുണ്ടെന്നുള്ളത് ഇവിടെ പറയുന്നു. അതുപോലെ സ്ത്രീ അവളുടെ ധർമ്മങ്ങൾ നിറവേറ്റുന്നത് പലപ്പോഴും, ഇപ്പൊ കുടുംബജീവിതത്തിലായാലും മക്കളെ വളർത്തുക, പാചകം ചെയ്യുക, ഭർത്താവിന്റെ കാര്യങ്ങൾ നോക്കുക, ഇതൊക്കെ അവൾ ചെയ്യുന്നത് ആ മമത എന്നുള്ളൊരു അംശം അവളിൽ ഉള്ളത് കൊണ്ടാണ്. അത് ഇല്ലാതായി കഴിഞ്ഞാൽ ഈ ഒരു കെട്ടുപാടുകൾ പൊട്ടിച്ചു പോകാൻ അവൾക്ക് എളുപ്പമാണ്. അത് തന്നെയാണ് അവിടെ പെൺഗൗളിയും ചെയ്യുന്നത്. എന്തായാലും എനിക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് ഇവിടെ കഴിയണമെന്നല്ല, എനിക്ക് ഈ ചെറുപ്പക്കാരി, അതായത് അയാൾ ചെറുപ്പക്കാരൻ മരിച്ചു കഴിഞ്ഞു, അവളുടെ ജീവിതം എന്താണെന്ന് അറിയണം, അതിനുവേണ്ടി ഞാൻ പോകുന്നു എന്ന് പറഞ്ഞാണ് അവൾ അവിടെ നിന്ന് പോകുന്നത്. അപ്പൊ ഈ കഥയിലൂടെ അവതരിപ്പിക്കപ്പെടുന്ന സാമൂഹ്യ വിമർശനം,
പിന്നെ ഗൗളികളുടെ വീക്ഷണകോണിലൂടെ കഥ പറയുന്ന തന്ത്രം എന്നൊക്കെയുള്ളത് ആണ് ചോദ്യങ്ങളായിട്ട് വരാവുന്നത്. പിന്നെ ഇതിലെ ഹാസ്യം ഉണ്ട്, അവിടെ മിന്നി മറയുന്ന ഹാസ്യം, അത് എങ്ങനെയാണ് ഇതിനകത്ത് പ്രയോഗിച്ചിരിക്കുന്നത്. ഇപ്പൊ ഗൗളി ജന്മത്തിലെ സ്ത്രീയും ഓർമ്മയുടെ ഞരമ്പിലെ സ്ത്രീയും അവർ വ്യത്യസ്തരാണോ എന്നുള്ളത്. അപ്പൊ ഓർമ്മയുടെ ഞരമ്പിലെ സ്ത്രീ സ്വതന്ത്രയല്ല, എന്നാൽ ഗൗളി ജന്മത്തിലെ സ്ത്രീ സ്വതന്ത്ര അവസ്ഥയിലാണ്. അത് നമുക്ക് രണ്ടും കൂടെ വിശകലനക്കുറിപ്പ് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. അപ്പൊ ഇവിടെ ഈ ഒരു സാമൂഹ്യ വിമർശനം എന്നുള്ളിടത്ത് മനുഷ്യന്റെ ജീവിതത്തില് പല സ്വാർത്ഥപരമായ ചിന്തകൾ കടന്നു വരുന്നുണ്ട്. അതുപോലെ സമൂഹം എപ്പോഴും പുരുഷനാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്, പുരുഷ കേന്ദ്രീകൃതമാണ് സമൂഹത്തിന്റെ അവസ്ഥ. പിന്നെ അന്ധവിശ്വാസങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം ഉണ്ട്. എന്തായാലും എപ്പോഴും നിലനിൽക്കുന്നതാണ് ചികിത്സാ രംഗത്തെ പിഴവുകളും അവിടെ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ. പിന്നെ വരുന്ന സന്ദർശകയുടെ ഇല്ലാത്ത പെരുമാറ്റം. അപ്പൊ രോഗിയാണെങ്കിലും രോഗമുള്ളവരോട് സമൂഹം കാണിക്കുന്ന അനാവശ്യമായ ചില ഇടപെടലുകൾ. അപ്പൊ എഴുത്തുകാരുടെ ജന്മത്തില് എഴുത്തുകാർക്ക് പോലും ഉള്ളതാണ് ഈ അഹന്ത. അടുത്ത ജന്മത്തിൽ പോലും അത് വിട്ടൊഴിയാൻ പോകുന്നില്ല എന്നൊക്കെയുള്ള വിമർശനങ്ങൾ ഇതിനകത്ത് വരുന്നു. തൊട്ടടുത്ത് വരുന്നത് ഗദ്യ കവിതയാണ്. ചെറിയാന്റെ തേങ്ങ എന്ന കവിതയാണ് വരുന്നത്. അപ്പൊ ഇവിടെ സത്യത്തിന് വിപരീതമായി പറയുക എന്നുള്ളതാണ് ഐറണി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ വിരോധാഭാസത്തിലാണ് ഈ കവിത എഴുതിയിരിക്കുന്നത്. അപ്പോൾ തെങ്ങിൻ ചോട്ടിലിരുന്ന് മുറുക്കുകയായിരുന്ന ദേവസ്യ ഒരു തേങ്ങ വന്ന തലയിൽ വീഴുകയാണ്, അയാളുടെ തലയിൽ. ഇത് കണ്ട് ചിരിച്ചാണ് ദേവസ്യ പിന്നിലേക്ക് ഇത് കണ്ട് തലയിൽ തേങ്ങ വീണ് ദേവസ്യ പിന്നിലേക്ക് മലർക്കെ മരിച്ചെന്ന് തന്നെ നാരായണപിള്ള വിചാരിച്ചു. അത്ഭുതം എന്ന് പറയണ്ടേ, ദേവസ്യക്കല്ല പറ്റിയത്, തേങ്ങയ്ക്കായിരുന്നു. അത് നാരോടെ പൊട്ടിക്കീറിപ്പോയി. പക്ഷേ അത് കണ്ട് ഇത്രയും വലിയ തെങ്ങിൽ നിന്ന് ഇത്രയും വലിയ തേങ്ങ വീണ് താൻ മരിച്ചില്ലല്ലോ എന്ന് ഓർത്ത് ചിരിച്ച് ദേവസ്യ മരിച്ചുപോയി എന്നാണ് പറയുന്നത്. അപ്പൊ കൊല്ലാങ്കണ്ടത്തിൽ ദേവസ്യ മരിക്കുന്നത് ചിരിച്ച് ശ്വാസം മുട്ടിയാണ് മരിക്കുന്നത്. അപ്പൊ തേങ്ങ വീഴുന്നത് പ്രതീക്ഷിക്കാത്തൊരു അനുഭവമാണ്, യുക്തിസഹജമല്ലാത്തതിനെ. അപ്പൊ നമ്മൾ ചിന്തിക്കുകയാണ്, തേങ്ങ വീണാൽ മരിക്കാത്ത ആൾ ചിരിച്ച് എങ്ങനെ മരിക്കുന്നു എന്നാണ്. അപ്പൊ സാമാന്യ യുക്തിക്ക് നിരക്കാത്ത സംഭവമാണ് ചിരി മൂലം മരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്തിലും ഗുണപാഠമാണ് മലയാളി തിരയുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഒരു ഗുണപാഠം കൊടുത്തിട്ടുണ്ട്, തലയിൽ തേങ്ങ വീണാൽ ചിരിക്കരുത് എന്നൊരു ഗുണപാഠമാണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. അപ്പൊ ഈ കവിതയിലെ ഹാസ്യത്തിന്റെ പ്രാധാന്യത്തെ ഉൾപ്പെടുത്തി കവിതയ്ക്ക് ഒരു ആസ്വാദനം തയ്യാറാക്കുക എന്നുള്ളൊരു ചോദ്യം ഇതിനകത്തുനിന്നുണ്ടാകാം. പിന്നെ ഇതിലെ ഗുണപാഠത്തിന്റെ പ്രസക്തി എന്താണ് എന്നൊരു 4 മാർക്ക് ചോദ്യവും ഇതിനകത്തുനിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പൊ ഇതിന്റെ കൃത്യമായ ആശയം മനസ്സിലാക്കി വെച്ചിരുന്നാൽ ഇതിന്റെ ആൻസർ എഴുതാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ഈ അയുക്തി, അതായത് യുക്തിയില്ലായ്മയാണ് ഹാസ്യത്തെ ജനിപ്പിക്കുന്നത്. ഈ പ്രസ്താവന തേങ്ങ എന്ന കവിതയുമായി ബന്ധപ്പെടുത്തുക എന്നുള്ളൊരു ചോദ്യം. തൊട്ടടുത്ത പാഠം ബദരിയും പരിസരങ്ങളുമാണ്. SK പൊറ്റക്കാട്ടിനെ കുറിച്ച് അറിയാലോ. ശങ്കരൻകുട്ടി പൊറ്റക്കാട് നമ്മുടെ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച ഒരു സാഹിത്യകാരനാണ്, സഞ്ചാര സാഹിത്യകാരനാണ്. അദ്ദേഹത്തിന്റെ വളരെ മനോഹരങ്ങളാണ് അദ്ദേഹത്തിന്റെ. ഏതാണ്ട് 50 വർഷങ്ങൾക്ക് മുമ്പ് യാതൊരുവിധ സൗകര്യങ്ങളും ഇല്ലാതിരുന്ന സമയത്ത് യൂറോപ്പ്, ആഫ്രിക്ക തുടങ്ങിയ ഭൂഖണ്ഡങ്ങൾ പോയി കണ്ട് നമുക്ക് അറിവ് പകർന്നു തന്ന വ്യക്തിയാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിന്റെ ബദരിയും പരിസരങ്ങളും എന്നുള്ള ഒരു പാഠമാണ് നമുക്ക് അടുത്ത് പഠിക്കേണ്ടത്. ഹിമാലയ സാമ്രാജ്യത്തിൽ എന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ നിന്നുള്ള എടുത്തിട്ടുള്ള ഭാഗമാണ്. അപ്പൊ ഇവിടെ ഒരു സഞ്ചാര സാഹിത്യ കൃതിയെ ഏറ്റവും നമ്മുടെ മുന്നിൽ അത് അവതരിപ്പിക്കുമ്പോൾ അതിൽ ഏറ്റവും ശ്രദ്ധേയമായി വരുന്നത് അവിടുത്തെ ചരിത്രവും അവിടുത്തെ സംസ്കാരവും അവിടുത്തെ ഭൂമിശാസ്ത്രമാണ്. ഇത് 3ഉം ഉൾപ്പെടുത്താൻ അദ്ദേഹം തൻ്റെ സഞ്ചാര സാഹിത്യ കൃതികളിൽ അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ SK പൊറ്റക്കാട്ടിന്റെ ഒരു അനുഭവമാണ് അദ്ദേഹം ബദരിയും പരിസരങ്ങളും എന്ന പാഠഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഹിമാലയൻ താഴ്വരയിൽ നിൽക്കുന്ന കൊടും ശൈത്യം, നമുക്കറിയാലോ, നമ്മളൊക്കെ വീട്ടിൽ മൂടി പുതച്ച് കിടക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കൊടും ശൈത്യം, തണുപ്പ് സഹിച്ച് നമ്മളെ സംരക്ഷിക്കുന്ന പട്ടാളക്കാരുണ്ട്. അവരെക്കുറിച്ച് കൂടെ നമ്മൾ ചിന്തിക്കാൻ ഈ പാഠം ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അവരുടെ പരിമിതമായ ജീവിത സൗകര്യങ്ങൾ, അങ്ങനെയുള്ള പട്ടാളക്കാർക്ക് ലഭിക്കുന്ന പരിമിതമായ ജീവിത സൗകര്യങ്ങൾ, അവരുടെ ത്യാഗപൂർണമായ ജീവിതം. അപ്പോൾ ക്ഷേത്രത്തിലെ ദേവന്മാരെ നമ്മൾ ആരാധിക്കുന്നതിനേക്കാൾ ആരാധിക്കേണ്ട ആരെയാണ്? ഇങ്ങനെയുള്ള മനുഷ്യരെയാണെന്ന് പറയും. പിന്നെ ഇതിനകത്ത് സൂര്യപ്രകാശ് എന്ന് പറയുന്ന ഒരു പട്ടാളക്കാരനുണ്ടല്ലോ, അയാൾക്കുണ്ടായ അനുഭവം ചോദിക്കാം.
അപ്പൊ മഞ്ഞുകാലം വരുമ്പോൾ ദേവന്മാർ പോലും താഴെ നിലങ്ങളിലേക്ക്, ബദരിയുടെ അങ്ങനെയാണല്ലോ, 6 മാസം ബദരി ക്ഷേത്രം അടച്ചിട്ടിരിക്കും. അപ്പൊ ആ സ്ഥലത്തുള്ളവർ അതിന് താഴോട്ടുള്ള ഭാഗങ്ങളിലേക്ക് തണുപ്പ് സഹിക്കാതെ പോകുമ്പോൾ ഈ പട്ടാളക്കാർ അപ്പോഴും അവിടെ തന്നെ തുടരുക ആണ് ചെയ്യുന്നത്. പാളകനന്ദ, നാരായണഗിരി, ബദരി നാരായണ ക്ഷേത്രം എന്നിവയെ കുറിച്ചുള്ള വിവരണം അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ അവിടുത്തെ ചരിത്രം, സംസ്കാരം ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇതിന് ഈ ഒരു പാഠഭാഗത്തിന്റെ വീഡിയോ നന്നായിട്ട് കാണുക. ഇപ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തികൾ കാത്തുരക്ഷിക്കുന്ന ഭടന്മാരുടെ സേവന വ്യഗ്രത, അവരുടെ സഹനശക്തി, അവരുടെ ധൈര്യം, ത്യാഗം ഒക്കെ ഓർത്ത് അദ്ദേഹം അഭിമാന പുളകിതനാവും. അപ്പോൾ മഞ്ഞുകാലം വരുമ്പോൾ ബദരി ക്ഷേത്രം 6 മാസം അടച്ചിടും. അവിടുത്തെ നാരായണമൂർത്തി പോലും താഴെ ഭാഗങ്ങളിലേക്ക്, അവിടെയുള്ള ആളുകൾ താഴോട്ടുള്ള ഭാഗങ്ങളിലേക്ക് മാറിപ്പോകും. അന്നും ആ പ്രദേശത്ത് കാവൽ നിൽക്കുന്ന ജവാന്മാരെയാണ് ദേവന്മാരെക്കാൾ കൂടുതൽ ആദരിക്കേണ്ടതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി നമുക്ക് അവസാന പാഠമായിട്ട് വരുന്നത് എം പി വീരേന്ദ്രകുമാറിന്റെ തന്നെ മറ്റൊരു യാത്രാ വിവരണമാണ് യമുനോത്രിയുടെ ഊഷ്മളതയിൽ. ഹൈമവത ഭൂവിൽ എന്ന എം പി വീരേന്ദ്രകുമാറിന്റെ സാഹിത്യകൃതിയിലെ ഭാഗമാണ് യമുനോത്രിയുടെ ഊഷ്മളതയിൽ എന്ന പാഠഭാഗം. വീരേന്ദ്രകുമാറിന്റെ എഴുത്തിന്റെ പ്രത്യേകത, അദ്ദേഹം ജിജ്ഞാസുവായി അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു യാത്രാ സഞ്ചാരിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കൃതികളിലൂടെ, തന്റെ സഞ്ചാര സാഹിത്യ കൃതികളിലൂടെ തന്റെ അറിവ് കൂടെ പങ്കുവയ്ക്കാൻ കഴിയുന്നുണ്ട്. ഇപ്പൊ ഇവിടെ സൂര്യകുണ്ടിനെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ യമുനോത്രി ക്ഷേത്രത്തെ കുറിച്ചുള്ള പരാമർശമുണ്ട്. ഇപ്പൊ യമുനോത്രിയില് ആത്മീയമായി വിശുദ്ധിയുള്ള സ്ഥലമാണ്. അവിടെ കഠിനമായ ശൈത്യത്തിലും സൂര്യകുണ്ടില് ഉഷ്ണജലമാണ് പ്രവഹിക്കുന്നത്. പിന്നെ ത്രിവേണി സംഗമത്തിന്റെ ആ ഒരു പരിശുദ്ധിയെ കുറിച്ച് പറയുന്നുണ്ട്. അസിത മുനിയുമായി ബന്ധപ്പെട്ട ഒരു ഐതിഹ്യ കഥ, ഇതെല്ലാം ചോദ്യങ്ങളിൽ വരാവുന്നതാണ്. എന്താണ് അലഹബാദിന്റെ പരിപാവനയ്ക്ക് പരിശുദ്ധിക്ക് കാരണം എന്ന് പറഞ്ഞാൽ പുണ്യ നദികളായ ഗംഗ, യമുന, പിന്നെ സരസ്വതി എന്നിവയുടെ സംഗമ സ്ഥലമാണെന്ന് പറയുന്നു. യമുനോത്രിയുടെ ചരിത്ര പശ്ചാത്തലത്തെ കുറിച്ച് പറയുന്നുണ്ട്. ജയ്പൂരിലെ മഹാറാണി ഗുലാരിയ 19-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ക്ഷേത്രമാണ്. 1923 ഭൂകമ്പത്തെ തുടർന്ന് അത് വീണ്ടും ഒന്നുകൂടെ നിർമ്മിച്ചു. 1982 കേടുപാടുകൾ നടന്നപ്പോൾ വീണ്ടും അതിനെ പുനരുദ്ധരിച്ചു. കറുത്ത മാർബിളിലാണ് ആ വിഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ അസിതമുനിയെ കുറിച്ചുള്ള ഐതിഹ്യം എന്താണ്? അസിതമുനി ഗംഗോത്രിയിൽ തപസ് അനുഷ്ഠിച്ചിരുന്നു. ജീവിതകാലം മുഴുവൻ ഗംഗയിലും യമുനയിലും അദ്ദേഹം സ്നാനം ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. പ്രായാധിക്യം കാരണം അദ്ദേഹത്തിന് ഗംഗയിൽ കുളിക്കാൻ പോകാൻ കഴിയാതെ വന്നപ്പോൾ ഗംഗ ഒരു കൊച്ചു നദിയായി ഒഴുകി യമുനോത്രിയിൽ എത്തിച്ചേർന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ഇന്നും അവിടുത്തെ പാറക്കെട്ടുകൾക്കിടയിലൂടെ ഒഴുകി വരുന്ന അരുവി അസിതമുനിക്ക് വേണ്ടി ഇങ്ങനെ പ്രത്യക്ഷയായ ഗംഗയാണെന്നാണ് വിശ്വാസം. അപ്പൊ ഇവിടെ ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്, സഞ്ചാര സാഹിത്യ കൃതികൾ മനുഷ്യന്റെ വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ടതാണ്, ചരിത്രവുമായി ബന്ധപ്പെട്ടതാണ്, ഭൂമിയുടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളുമായി ബന്ധപ്പെട്ടതാണ് എന്നൊക്കെ ആൻസറായിട്ട് വരുന്ന ചോദ്യങ്ങൾ ഇതിനകത്തുനിന്ന് പ്രതീക്ഷിക്കാം. അപ്പൊ ഈ 2 രചനകൾ, അതായത് എസ് കെ പൊറ്റക്കാടിന്റെ കൃതിയും എം പി വീരേന്ദ്രകുമാറിന്റെ കൃതിയും തമ്മിലുള്ള ഭാഷാപരമായ പ്രത്യേകതകൾ ചോദിക്കും. ഭാഷാശൈലി വളരെ ലളിതമാണ്. രണ്ടിലും ചരിത്രപരമായ പ്രത്യേകതകളും വിശ്വാസാചാരങ്ങളും ഇതിനകത്ത് രണ്ടിലും വരുന്നുണ്ട്. ഇപ്പൊ ഈ പാഠഭാഗങ്ങളുടെ യൂണിറ്റുകൾ തീരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, എഴുത്തുകാരെ അറിയുക എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ടല്ലോ, അത് നിങ്ങൾ വായിക്കാൻ ശ്രദ്ധിക്കണം. കാരണം ചോദ്യങ്ങൾ അതിനകത്തുനിന്നും ഉണ്ടാവാം. 2 മാർക്ക് ചോദ്യങ്ങളൊക്കെ അതിനകത്തുനിന്നും വരാം, 1 വേർഡുകൾ വരാം. അതുകൊണ്ട് അതുകൂടെ ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ ആൻസർ പാഠഭാഗത്തിന്റെ പഠനം പൂർത്തിയാക്കാൻ. അപ്പോൾ ഓരോ യൂണിറ്റിലെയും ഓരോ പാഠങ്ങളും വ്യക്തമായി അറിഞ്ഞിരിക്കുക. ഞാൻ എപ്പോഴും പറയുന്നത് തന്നെയാണ്, വീണ്ടും പറയുന്നത്, ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് ഒരു പാഠത്തിലും ഇല്ല. പ്രധാനപ്പെട്ടതിൽ എല്ലാം പ്രധാനങ്ങളാണ്. ഒരു എഴുത്തുകാരന് തൻ്റെ കൃതിയിലെ ഓരോ വരികളും അയാളുടെ ജീവശ്വാസമാണ്. ഓരോ വാക്കുകളും ജീവശ്വാസമാണ്. ആ ഓരോ വർണ്ണങ്ങളും ജീവശ്വാസമാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ആ എഴുത്തുകാരൻ്റെ കൃതിയിൽ നിന്ന് ഏതാണ് എടുക്കേണ്ടതെന്ന് ചോദ്യകർത്താവിനൊരു കൺഫ്യൂഷനാണ് ഉണ്ടാവുക. അപ്പോൾ ഏത് വേണമെങ്കിലും ചോദ്യങ്ങളായിട്ട് വരാം. ഉത്തരങ്ങൾ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് വിദ്യാർത്ഥികൾ എന്നുള്ള നിലയിൽ നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ നന്നായിട്ട് ഇതിൻ്റെ ഉത്തരങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്നായിട്ട് ആൻസേഴ്സ് എഴുതാൻ കഴിയും. ഇനി ഒരു അവസരം നിങ്ങൾക്ക് +2 വീണ്ടും ഈ പാഠങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഈ കിട്ടുന്ന ദിവസങ്ങളിൽ വളരെ വ്യക്തമായിട്ട് സമയം കൂടുതലെടുത്ത് മലയാളം നന്നായിട്ട് പഠിക്കുക. മലയാളം ഫുൾ മാർക്ക് കിട്ടാവുന്ന ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ ഈ എനിക്ക് തോന്നുന്നു പലരും +2 വരെയൊക്കെ ആയിരിക്കും മലയാളം പഠിക്കുന്നത്. അത് കഴിഞ്ഞ് കോളേജ് ക്ലാസ്സുകളിലേക്ക് മലയാളം തിരഞ്ഞെടുത്ത് പോകുന്ന ധാരാളം പേര് മെസ്സേജൊക്കെ ഇട്ട് കണ്ടിട്ടുണ്ട് കോളേജ് ക്ലാസ്സുകളുടെ വീഡിയോയുടെ താഴെ. വളരെ സന്തോഷം. പക്ഷേ ഈ ഒരു ഭാഷയെ സ്നേഹിക്കുക,
അതിനെ ബഹുമാനിക്കുക. നമുക്ക് നമ്മുടെ മാതൃഭാഷയാണിത്. അപ്പോൾ കഴിയുന്നത് 100 മാർക്ക് വാങ്ങണം നിങ്ങൾ ഈ മലയാളത്തിന്. മുഴുവൻ മാർക്ക് നിങ്ങൾ മലയാളത്തിന് വാങ്ങുക. അപ്പോൾ ഈ 3ാമത്തെ യൂണിറ്റ് നന്നായി പഠിച്ചിട്ട് പരീക്ഷയ്ക്ക് പോവുക. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ സ്നേഹത്തോടെ ഷീബ ടീച്ചർ.